ശാന്തി. ഞാൻ ജ്യോതി സ്വരൂപ ആത്മാ എൻ്റെ വീടായ പരമധാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സർവത്ര സ്വർണ്ണ ചുവപ്പാർന്ന പ്രകാശം നിറഞ്ഞിരിക്കുന്നു. സർവ ആത്മാക്കളും നക്ഷത്രങ്ങളുടെ സമാനം പ്രകാശിക്കുന്നു. ഞാനിപ്പോൾ അതിതേജസ്വി നക്ഷത്രം, സുപ്രീം പോയിന്റ് ഓഫ് ലൈറ്റ് ശിവബാബയുടെ സമീപമിരിക്കുകയാണ്. സാക്ഷാത് മഹാജ്യോതി ശിവബാബയുടെ അടുത്തിരിക്കുന്നു. തേജസ്വി പ്രകാശകിരണങ്ങൾ ബാബയിൽ നിന്നും ഞാൻ ആത്മാവിലേക്ക് സമാഹരിക്കപ്പെടുകയാണ്. പരമാത്മാ ലൈറ്റും മൈറ്റും സ്വയം തന്നിൽ സമാവേശമാകുന്നു. ഞാൻ പാരസ്മണിയാകുന്നു. പവർഫുൾ ലൈറ്റ് ഹൗസ് ആയിരിക്കുന്നു. ചൈതന്യ ലൈറ്റ് ഹൗസായി ഞാൻ ജ്യോതിർലോകത്തു നിന്നും താഴേക്ക് വന്ന് ഭൂഗോളത്തിന് മുകളിലിരിക്കുന്നു. മുഴുവൻ ലോകത്തിലും വ്യാപിച്ചിരിക്കുന്ന അജ്ഞാന അന്ധകാരത്തെ ഞാൻ അനുഭവിച്ചറിയുന്നു. സർവ ആത്മാക്കളും ദുഃഖികളാണ്, അശാന്തരാണ്. ഞാൻ ലൈറ്റ് ഹൗസ് ഫരിസ്ത. എൻ്റെ ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്കും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവ ആത്മാക്കളുടെയും അന്ധകാരത്തിൽ അലയുന്ന ജീവിത നൗകയെ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ശരിയായ മാർഗം തെളിയിച്ച് മറുകരയെത്തിക്കുന്നു. ഞാനിപ്പോൾ സാകാരവദനത്തിലേക്ക് മടങ്ങി ഈ സ്ഥൂല ശരീരത്തിൽ ഭൃഗുടി സിംഹാസനത്തിൽ പ്രവേശിക്കുന്നു. ഞാൻ നടക്കുകയും കറങ്ങുകയും ചെയ്യുന്ന ലൈറ്റ് ഹൗസ് ആയിരിക്കുന്നു. കർമ്മവും ലൈറ്റ്, സ്വരൂപവും ലൈറ്റ്. ഒരു കണ്ണിൽ മുക്തിയാണ്, മറുകണ്ണിൽ ജീവൻ മുക്തിയാണ്. മസ്തകത്തിൽ പ്രകാശം തെളിഞ്ഞു കാണുന്നു. സർവർക്കും കണ്ണുകളിലൂടെ ജ്യോതിസ്വരൂപ പരമാത്മാവിൻ്റെ സാക്ഷാത്കാരമുണ്ടാകുന്നു. മുഖത്തിൽ നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ ലൈറ്റ് ഹൗസിന്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സർവ അശാന്തി ദുഃഖിയാത്മാക്കൾക്ക് സുഖശാന്തിയുടെ മാർഗം കാണിക്കുന്നു. ഞാൻ പരിധിയില്ലാത്ത പവിത്രത ധാരണ ചെയ്യുന്നു. ഒരു ബാബയുടെ മാത്രം ഓർമ്മയിലിരിക്കുന്നു. ഞാൻ ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കുന്ന പുരുഷാർത്ഥം ചെയ്ത് ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു. ബാബ എന്നെ പരിധിയില്ലാത്ത പവിത്രതയുള്ളവരാക്കി മാറ്റി പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ബാബ മുഴുവൻ പഴയ ലോകത്തോടും വൈരാഗ്യമുണർത്തിത്തരുന്നു. എന്നെ 21 ജന്മത്തേക്ക് സ്വർഗവാസിയാക്കുന്നു. ഞാൻ സ്വദർശന ചക്രധാരിയായി മാറുന്നു. ഞാൻ ചൈതന്യ ലൈറ്റ് ഹൗസാണ്. എൻ്റെ ഒരു കണ്ണിൽ മുക്തിധാമവും മറുകണ്ണിൽ ജീവൻ മുക്തിധാമവുമാണ്. ജ്ഞാനവാനായി മാറി എല്ലാവർക്കും വഴികാട്ടിക്കൊടുക്കുന്നു. നല്ല രീതിയിൽ ബാബയെ ഓർമ്മിച്ച് സേവനം ചെയ്യുകയാണെങ്കിൽ മുന്നോട്ടു പോകുമ്പോൾ സാക്ഷാത്കാരമുണ്ടാകുന്നു. എൻ്റെ ഭാവന ഉയർന്നതിലും ഉയർന്ന ബാബയിലാണ്. അതിനാൽ പരിശ്രമമില്ലാതെ തന്നെ ബാബ സാക്ഷാത്കാരം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പരിശ്രമം ചെയ്ത് സ്വയം ആത്മാവാണെന്നുറപ്പിക്കുന്നു. അപ്പോൾ ബാബയുടെ ഓർമ്മയും ഉണ്ടാകുന്നു. കൈകൾ കൊണ്ട് കർമ്മം ചെയ്യുന്നു, മനസ്സുകൊണ്ട് ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ഓർമ്മയിലിരുന്നു തന്നെ വികർമ്മങ്ങളെ വിനാശമാക്കി കർമാതീത അവസ്ഥ നേടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് ലഭിക്കുന്നു. കിരീടത്തിൻ്റെയും സിംഹാസനത്തിൻ്റെയും ഫോട്ടോ പോക്കറ്റിൽ വെക്കുകയാണെങ്കിൽ ഓർമ്മയുണ്ടാകുന്നു. ചിത്രം കാണുമ്പോൾ ഓർമ്മ വരും, ഞാൻ ഇതുപോലെയാകുമെന്ന്. ഞാൻ സ്വദർശന ചക്രധാരിയായി വിഷ്ണുപുരിയിലേക്ക് വരുന്നു. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, പരിധിയില്ലാത്ത ബാബ എന്നെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ബാബ അതിസ്നേഹിയായ അച്ഛനാണ്. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ കർത്തവ്യമാണ്. ബാബയെ ഓർമ്മിച്ച് പാപം ഭസ്മമാക്കണം. ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ തീർച്ചയായും സ്വർഗത്തിൻ്റെ സമ്പത്തും ലഭിക്കും. എനിക്ക് ഒരേ ഒരു ബാബയാണ്, രണ്ടാമതൊരാളില്ല. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മങ്ങളെ നശിപ്പിച്ച് കർമാതീത അവസ്ഥ ഉണ്ടാക്കുന്നു. സ്വർഗത്തിൽ
സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നേടുന്നു. ബാബ വരദാനം നൽകുന്നു. ശുഭചിന്തകരായി ഭവിക്കൂ. ഓരോ ആത്മാക്കളെയും ഉന്നതിയിലേക്ക് ഉയർത്തണമെന്ന ഭാവനയിലൂടെ ആദരവ് നൽകുന്നു. മറ്റുള്ളവരുടെ അവഗണനകളെ ഉൾക്കൊള്ളുകയും പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് ആദരവ് നൽകുകയെന്ന് പറയുന്നത്. നിരാശരെ ശക്തിശാലിയാക്കുന്നു. സദാ ഉന്മേഷവും ഉത്സാഹവും നൽകുന്നു. അതുതന്നെയാണ് ശുഭചിന്തനം. ത്യാഗത്തിൻ്റെ ഭാവത്തെ സമാപ്തമാക്കുന്നത് പഴയ സ്വഭാവ സംസ്കാരങ്ങളാണ്. അതിനാൽ അവയെ ത്യജിക്കുന്നു. ഓം ശാന്തി.